പ്രൈസ് ലോർഡ് മക്കളെ, ഉപവാസത്തിൻ്റെ 21-ാമത്തെ ദിവസം ദൈവം തന്ന ഒരു ദർശനത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഇന്ന് രാവിലെ ഏർലി മോർണിംഗിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു വിഷൻ ദൈവം കാണിച്ചത് ഒരു വലിയ പ്രദേശമാണ്. പക്ഷേ ആ പ്രദേശത്തിലൊന്നും ആരുമില്ല, ഒന്നുമേയില്ല. പക്ഷേ ഒരു മരം ആരും വളർത്താതെ, ആരും അതിനെ വെള്ളമൊഴിക്കാതെ, അത് നല്ല ഇലകളോട് കൂടി, അതിൻ്റെ ഫലത്തോടു കൂടി, അത് അതാ അതിൻ്റെ വേരിനെ കാണിക്കാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഫ്രൂട്ടിനേക്കാളിലും അതിനകത്ത് ഫ്രൂട്ടില്ല, പക്ഷെ അതിൻ്റെ വേര് കർത്താവിൽ ഉറച്ചിരിക്കുന്നത്. അത് ഈ വിഷൻ ദൈവം കാണിച്ചത് ഇന്നത്തെ നമ്മളോട് നമ്മുടെ വേരുകളെക്കുറിച്ചാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ഇനി അതിൽ ഫലങ്ങളുണ്ടാവാൻ പോവുകയാണ്. അനേക സഭയെക്കുറിച്ച്, അനേക വ്യക്തികളോടുള്ള ഒരു ആലോചനയാണിത്. യിരെമ്യാവ് 17:7 വാക്യങ്ങൾ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ തൻ്റെ പ്രത്യാശയാകുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകും. ആ വൃക്ഷത്തെ പോലെ ദൈവം ചിലരെ ഇന്ന് വേർതിരിക്കുന്നു. ഇത് ഒരു ശിക്ഷയായിട്ടല്ല, ഒരുക്കാൻ പോവുകയാണ്. മനുഷ്യരിൽ നിന്നെല്ലാം അകറ്റി നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും അതിനെ കിളിർപ്പിക്കുവാൻ പോകുന്നു, അതിനെ തഴപ്പിക്കുവാൻ പോകുന്നു. ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നൊരു കാലമാണ്. എല്ലാ കള്ളപ്രവാചകന്മാരെയും, എല്ലാ കള്ള ദേവദാസന്മാരെയും, എല്ലാ സൂം മീറ്റിങ്ങുകളും, കള്ളത്തരത്തിൽ ഫാൻസി ഡ്രസ്സും, ഇതാണ് ദൈവവേലയെന്നും ഇതാണ് ദൈവ ശുശ്രൂഷയെന്നും ആളുകളെ കബളിപ്പിച്ച് കുരുട്ടാക്കി വെച്ചിരുന്നവരെ യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷം തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെയും അയച്ചത്. ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ. ഇതെല്ലാം നമ്മൾ പുറമേ ഉള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് പുറമേയുള്ള കാഴ്ചയെക്കുറിച്ചല്ല, അകത്ത മനുഷ്യൻ്റെ കാഴ്ചയെക്കുറിച്ചാണ്. അകത്ത മനുഷ്യൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അകത്ത മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധനത്തിലും ഭയാനകമായ സ്വപ്നത്തിലും പ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരെ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും. എന്നാൽ ഇന്നത്തെ ദിവസം എല്ലാവരും പ്രസംഗിക്കുന്നത് സ്വന്തം സഭയെക്കുറിച്ചും സ്വന്തം കാര്യങ്ങളെക്കുറിച്ചുമാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 1:3 വരുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും. ഇവിടെ മനുഷ്യരുടെ പ്രശംസയല്ല നമ്മളെ നിലനിർത്തുന്നത്, മനുഷ്യരുടെ കയ്യടിയല്ല, മനുഷ്യരുടെ കൂട്ടമല്ല, ഒരു പാസ്റ്ററിൻ്റെ സാന്നിധ്യത്തിലല്ല നമ്മളെ രക്ഷിക്കുന്ന, സഭയുടെ തിരക്കിലല്ല നമ്മളെ ആത്മീയരാക്കുന്നത്. ദൈവവുമായുള്ള രഹസ്യബന്ധമാണ് നമ്മളെ വേരുറപ്പിക്കുന്നത്. ഈ മരത്തോട് അനുബന്ധിച്ച് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കണക്ട് ചെയ്തുകൊണ്ട് മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിക്കുവാനും, എത്ര ഏകാന്തതയിലേക്കും ഒറ്റപ്പെടുത്തലും ദൈവം നമ്മളെ കൊണ്ടുവരുമ്പോൾ ഓർത്തോണം, അവൻ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. അനേക സഹോദരിമാർ ഇന്ന് ഈ രേണു സുധീനെ പോലെയുള്ള അതുപോലുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള സഹോദരിമാരെ വല്ലാത്ത രീതിയിൽ ദൈവം അവർക്കൊക്കെ കുരുക്കിട്ടിരിക്കുകയാണ്. കാരണം അവരെയൊക്കെ ദൈവത്തിൻ്റെ സ്ഥാനത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഈ സഹോദരിമാരെയൊക്കെ ദൈവം തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ വേരുകൾ ക്രിസ്തുവിൽ ആഴപ്പെട്ടാൽ, റോമാലേഖനം 6 പറയുന്നത് പോലെ, ആ ലോകത്തിലിരുന്നപ്പോഴുണ്ടായിരുന്ന ഫ്രൂട്ടിനേക്കാളും ദൈവത്തിലേക്ക് വരുമ്പോഴുള്ള ആ ഫ്രൂട്ടുകൾ ഈ സഹോദരിമാരിലോ സഹോദരന്മാരിലോ ഉണ്ടാകാൻ പോവുകയാണ്. യോഹന്നാൻ 15:5 പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ വളരെ ഫലം കായ്ക്കും. നമ്മളെ ഇന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ് ഈ ദർശനത്തിലൂടെ. സഭയും ശുശ്രൂഷയും എല്ലാം നല്ലതാണ്. പാസ്റ്റർമാരും ആത്മീയ നേതാക്കളും പ്രാർത്ഥനാക്കാരും വെള്ളയുടുപ്പിടുന്നവരും മീശ വടിച്ചവരും ഫാൻസി ഡ്രസ്സ് കഴിക്കുന്നവരും സ്വർണ്ണവും ഊരിയവരും എല്ലാം നല്ലതാണ്. ഹല്ലേലൂയ. പക്ഷേ ഇവരുടെയൊന്നും വേര് മനുഷ്യരിലല്ല, ക്രിസ്തുവിലായിരിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ഈ ഭൂമിയിലെ പ്രശംസകളും കയ്യടികളും ഒരുമിച്ചുള്ളതും വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം നിന്നുപോകും. കൊളോസ്യലേഖനം 3:23-24 പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും അത് മനുഷ്യർക്കല്ല, കർത്താവിനെന്ന പോലെ ഹൃദയപൂർവ്വം നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞത്.
ഹല്ലേലൂയ. അവിടെ നിന്നാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്, മനുഷ്യരിൽ നിന്നല്ല. അപ്പോൾ ഈ ദർശനത്തിലൂടെ നമുക്കെല്ലാവർക്കും ദൈവം തരുന്ന ഒരു സന്ദേശമാണ്, ദൈവത്തിൽ വേരൂന്നിയ ഒരു ക്രിസ്തീയ ജീവിതം, മനുഷ്യരെ ആശ്രയിക്കാതെ ഏതു പ്രശ്നത്തിലും അവനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എത്രമാത്രം ഈറ്റുനോവിൻ്റെ നമ്മുടെ ഹൃദയം മുറിഞ്ഞ് നമുക്ക് ആ ഒരു പാതാളത്തിലേക്ക് പോകുന്നത് പോലെ ഭയങ്കര വേദന, പാതാള വേദനകൾ ഭയങ്കരമായിരിക്കും എല്ലാ രീതിയിലും ഓരോരുത്തരും അനുഭവിക്കുന്നത്. പക്ഷേ അവിടെയും നിങ്ങൾ കർത്താവേ, ഈ വേദന നിന്നിൽ സമർപ്പിക്കുന്നു, അതൊരു ആത്മഭാരമായി മാറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ലോകത്തിലുള്ള ഭാരങ്ങളല്ല, ക്രിസ്തുവിൻ്റെ ആത്മഭാരം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്. ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മളെല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ കുടുംബമായി ഓർഡിനേഷനിലേക്ക് സഹോദരന്മാരെയൊക്കെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഉയർന്നതിനെ താഴ്ത്തി, താഴ്ന്നതിനെ ഉയർത്തുകയും കഴുതകളെ ഉപയോഗിക്കാൻ പോകുന്ന ദിവസമാണ്. മനുഷ്യനാണോ ആത്മാവുണ്ടോ, ദൈവം അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, അവരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. മനുഷ്യരോട് ചേർന്നിരുന്നുകൊണ്ട് മനുഷ്യൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പോകാതെ ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ, അസ്ഥികൾക്ക് ജീവൻ വെക്കട്ടെ. ഹല്ലേലൂയ. ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ കർത്താവിൻ്റെ സ്വരം കേട്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ അങ്ങനെ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം ജനം ഈ രാജ്യത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശാന മൂലൻ കാറ്റുകളെ ഞങ്ങൾ ശാസിക്കുന്നു. ബന്ധനത്തിലിരിക്കുന്നവർ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ബന്ധനത്തിലും ശാരീരികവും മാനസികവുമായി കുരുട് പ്രാപിച്ചവരും പീഡിപ്പിക്കപ്പെടുന്നവരെല്ലാം അഴിച്ചുവിടുന്നവരായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ഇവരെയൊക്കെ അഭിഷേകം ചെയ്തിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അന്ധകാരത്തിലിരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുരുട്ട് ജാതികളെ മൂടുമ്പോൾ കർത്താവിൻ്റെ ശോഭ എല്ലാവരിലേക്കും, വചനം ഞങ്ങളിലേക്ക് എത്തിയതുപോലെ സകല ജനത്തിലേക്കും ഈ വചനം വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹാവ് എ ബ്ലെസ്ഡ് ടൈം. നെവർ ഗിവ് അപ്പ് മക്കളെ. നിങ്ങൾ ഇതിലൊരാളാണെങ്കിൽ യു ക്യാൻ സെൻഡ് മീ മെസ്സേജ് 00971 5570799031. ഞാൻ പാസ്റ്റർ റാണി ആൻ്റണി രാജ്. നെവർ ഗിവ് അപ്പ്. എല്ലാ സൺഡേയിലും നിങ്ങൾക്ക് എങ്ങും ചർച്ചിൽ പോകാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ മോർണിംഗിൽ സൂം മീറ്റിംഗ്, ചർച്ചിൽ പോകാൻ പറ്റാത്തവർക്ക് കമ്മ്യൂണിറ്റി സർവീസോട് കൂടിയുള്ള സൂം മീറ്റിംഗ് ഉണ്ട്. നാളെ മുതൽ നമുക്ക് 2 ആഴ്ചത്തേക്ക് സ്നാനപ്പെടാനുള്ളവർക്കുള്ള ക്ലാസ്സാണ്. ഇന്ന് നമ്മുടെ 21 ദിവസം ഉപവാസം കഴിഞ്ഞിരിക്കുന്നു. നമ്മളോട് ദർശനത്തിലൂടെയും വെളിപ്പാടുകളിലൂടെയൊക്കെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളും അതിനകത്തൊരു പാട്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു.